ഹലോ ഗൈസ്, പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫോറക്സ് ട്രേഡ് എങ്ങനെ ഒരു അക്കൗണ്ട് എടുക്കാം എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഫോറക്സ് ട്രേഡിനെ കുറിച്ച് കുറേ വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫോറക്സ് ട്രേഡിൽ നിരവധി ബ്രോക്കേഴ്സുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള ബ്രോക്കറിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിൽ മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയ ബ്രോക്കേഴ്സുകളാണ് FXTM, അൽഫാരി, അതുപോലെ തന്നെ എക്സ്നസ്. ഈ 3 ബ്രോക്കറിനെ കുറിച്ചും ഞാൻ മുമ്പും വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ബ്രോക്കറുടെ നെയിം എന്നുള്ളത് സ്റ്റാർ ട്രേഡർ എന്നാണ്. അത്യാവശ്യം നല്ല ഒരു ബ്രോക്കർ തന്നെയാണ് സ്റ്റാർ ട്രേഡർ എന്നുള്ളത്. ഡെപ്പോസിറ്റ് ആണെങ്കിലും വിഡ്രോവൽ ആണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കുന്ന ഒരു ബ്രോക്കറാണ്. അത്യാവശ്യം നല്ല ആളുകൾ ഇതിൽ ട്രേഡ് എടുക്കുന്ന ഒരു ബ്രോക്കർ തന്നെയാണ്. നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നമ്മളുടെ ഇന്നത്തെ കണ്ടന്റിലോട്ട് പോകാം. സ്റ്റാർ ട്രേഡർ എന്ന ഈ ഒരു ബ്രോക്കറുടെ വെബ്സൈറ്റ് ആണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അവരുടെ ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് ഒരു ലൈവ് അക്കൗണ്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡെമോ അക്കൗണ്ട് എടുക്കാനുള്ള ഓപ്ഷൻസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അക്കൗണ്ട് എടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഭാഗത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പാർട്ണർഷിപ്പിനെ കുറിച്ചൊക്കെ ഇവിടെ ഫസ്റ്റ് പേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. ICC മെൻസ് 20 വേൾഡ് കപ്പ് 2026 ബിഗ്ഗർ പാർട്ണർഷിപ്പാണ് ഈ ഒരു സ്റ്റാർ ട്രേഡർ എന്ന ഈ ഒരു ബ്രോക്കർ. വീണ്ടും സ്ക്രോൾ ചെയ്ത് ആയിക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസുകൾ കാണാം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ ECN അക്കൗണ്ട് ഉണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്റ്റാർ ട്രേഡിൽ നിങ്ങൾ എൻ്റെ റെഫർ ലിങ്ക് വഴി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം സിഗ്നൽ കൊടുക്കുന്ന എൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഡെയിലി അതിൽ ഫോറക്സിൽ മെയിനായിട്ട് ഗോൾഡിൻ്റെ സിഗ്നൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ്റെ ലിങ്കിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലൈഫ് ടൈം ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ആക്സസ് ലഭിക്കുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്റ്റാർ ട്രേഡറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാലും ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പേജാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ കണ്ടോ, ഫസ്റ്റ് തന്നെ നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെൻഡ് കോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ ഇമെയിലോട്ട് വന്നിട്ടുള്ള ആ ഒരു കോഡ്, ഇമെയിൽ വെരിഫിക്കേഷൻ കോഡ് എന്ന് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടാവും. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയുള്ള ഭാഗത്ത് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കൺട്രി എന്നുള്ള ഭാഗത്ത് ഇന്ത്യ സെലക്ട് ചെയ്തു. പിന്നെ ഒരു ബോക്സ് അവിടെ വന്നിട്ടുണ്ട് പ്രൊവിൻസ് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ID കൊടുത്തിട്ട് ഞാൻ ഗെറ്റ് കോഡ് ഇവിടെ ഉണ്ടോ, കോഡ് ഞാൻ ടൈപ്പ് ചെയ്തു. ഇമെയിലോട്ട് ഒരു കോഡ് വന്നിട്ടുണ്ടാവും. ഞാൻ പാസ്വേഡും കൊടുത്തു. അതിനുശേഷം ഇവിടെ ഇൻഡിവിജ്വൽ ആണോ കമ്പനി അക്കൗണ്ട് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ടിക്ക് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം, പിന്നെ ജെൻഡർ സെലക്ട് ചെയ്യണം, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ കൺട്രി ഒക്കെ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും. നാഷണാലിറ്റി നിങ്ങൾ ചേഞ്ച് ചെയ്യണമെന്നുള്ളവർക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് വന്നിട്ടുള്ളത്. അക്കൗണ്ടുള്ള ഭാഗത്ത് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ നിങ്ങൾ അവിടെ ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചൂസ് അക്കൗണ്ട് കറൻസിയാണ് USDT ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ട്രേഡിംഗ് അക്കൗണ്ടുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഓപ്പൺ ചെയ്തിട്ട് അതിന് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് പേജിലുണ്ട് കംപ്ലീറ്റ് റീഡ് ഓൺലി അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഡെപ്പോസിറ്റ് നൗ ആൻഡ് ID വെരിഫിക്കേഷൻ. ഡെപ്പോസിറ്റ് ചെയ്തതിന് മുന്നേ നമുക്ക് ID വെരിഫിക്കേഷൻ ചെയ്യാനുണ്ടാവും. ID വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ ലെറ്റ്സ് ഗെറ്റ് യുവർ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം യുവർ കൺട്രി ഓഫ് റെസിഡൻസ്, നിങ്ങൾ USA ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതല്ല ഓൾ അതർ കൺട്രീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ പേഴ്സണൽ ഇൻഫർമേഷൻ, നിങ്ങളുടെ നെയിം, അതുപോലെ തന്നെ നാഷണാലിറ്റി കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്നുള്ളത് ജസ്റ്റ് മാത്രം ചെക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് പേജിലാണ് നിങ്ങളുടെ കൺട്രി ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് ടൈപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ കാർഡ്, അതുപോലെ തന്നെ പാസ്പോർട്ട്, ഇങ്ങനെയുള്ള ഓപ്ഷൻസുകളൊക്കെ കാണാം.
ഞാൻ ആധാർ കാർഡ് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ കണ്ടോ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ്, ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറി പോയിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സോ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ വെരിഫൈ ആവുന്നത് കാണാൻ പറ്റും. യുവർ പ്രൊഫൈൽ ഹാസ് ബീൻ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മുടെ KYC ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്നുള്ളത്. സോ ഡെപ്പോസിറ്റ് ആയാലും വിഡ്രോവൽ ആയാലും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് തന്നെയാണ്. ഇനി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, എന്നിട്ട് സ്റ്റാർട്ട് ട്രേഡർ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐഡിയും നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. സോ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വെച്ചിട്ടും ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നോർമലി നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ലൈവ് അക്കൗണ്ട് തന്നെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴെ വന്നു കഴിഞ്ഞാൽ കുറേ പേഴ്സുകളൊക്കെ കാണാൻ പറ്റും. മുകളിലുള്ള ഒരു ട്രേഡിംഗ് അക്കൗണ്ടുള്ള ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. നിലവിൽ നമ്മൾ എടുത്ത ആ ഒരു ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, അതായത് MT5 സ്വാപ്പ് പ്രീ അക്കൗണ്ടാണ്, അതിൻ്റെ ലിവറേജ് ഒക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇങ്ങനെ നിങ്ങളൊരു ട്രേഡ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ട്രേഡിംഗ് പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ആ തുടക്കത്തിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പാസ്വേഡ് നിങ്ങളുടെ ഇമെയിലിലോട്ട് ഡയറക്റ്റ് കമ്പനി അയച്ചു തരികയാണ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് പാസ്വേഡും കാര്യങ്ങളൊക്കെ ലഭിക്കും. സോ നിങ്ങൾക്ക് പിന്നീട് അതിന് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ അതുകൊണ്ട് പാസ്വേഡ് സ്പ്രെഡ് ആകുമോ എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ലിവറേജ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ ഓപ്ഷനും ലഭിക്കുന്നതാണ്. സോ ഞാൻ 2-3 അക്കൗണ്ട് എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഡെമോ അക്കൗണ്ട് എന്നുള്ളൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ സൈനപ്പ് ചെയ്യാൻ പറ്റും. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രേഡിംഗ് ചെയ്തിട്ടൊക്കെ പഠിക്കാൻ പറ്റും. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ ലൈവ് അക്കൗണ്ട് എന്നുള്ള ആ ഒരു സെക്ഷൻ എടുക്കുക. പ്ലാറ്റ്ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്. MT5 തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ ചേഞ്ച് കൊടുക്കണം. MT4 എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് MT4 സെലക്ട് ചെയ്യാം. പിന്നെ അക്കൗണ്ട് ടൈപ്പ് ഇവിടെ കണ്ടോ ഹെഡ്ജ് STP എന്നുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ MT5 സ്വാപ്പ് ഫ്രീ ECN അക്കൗണ്ട് ഉണ്ട്, MT5 സ്വാപ്പ് ഫ്രീ STP അക്കൗണ്ട് ഉണ്ട്, MT5 സ്റ്റാൻഡേർഡ് STP സെൻഡ് അക്കൗണ്ടുകളുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിൽ സെൻഡ് അക്കൗണ്ടുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രോക്കർ തന്നെയാണ്. അതല്ല നിങ്ങൾ നോർമൽ ഒരു ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ MT5 സ്വാപ്പ് ഫ്രീ STP അക്കൗണ്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു. അതിനുശേഷം അവിടെ കറൻസി സെക്ഷനാണ്. അവിടെ നിങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട, ഓൾറെഡി USD വന്നിട്ടുണ്ട്. പിന്നെ അഡീഷണൽ നോട്ട്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു നോട്ട്സ് അവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. സോ അതിനുശേഷം അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴെയുള്ള ആ ഒരു സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് യു ഓൾറെഡി ഹാവ് യ സെയിം ലൈവ് ഡെമോ ആൻഡ് അക്കൗണ്ട്. അതായത് ഈ ഒരു സെക്ഷനിൽ പെട്ട അക്കൗണ്ട് ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്, ഇനിയും വേണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ കണ്ടിന്യൂ കൊടുത്തപ്പോൾ കണ്ടോ ഇവിടെ ഇൻ റിവ്യൂ, അതായത് അക്കൗണ്ട് റിവ്യൂ ചെയ്യുകയാണ്. ഇനി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഇമെയിൽ ID ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇമെയിലോട്ട് നമ്മുടെ ആ ഒരു അക്കൗണ്ടിൻ്റെ നമ്പറും അതുപോലെ തന്നെ MT5 പാസ്വേഡും നമ്മുടെ സെർവറും ഇവിടെ വന്നിട്ടുണ്ടാകും. സോ ഇത് നോക്കിയിട്ടാണ് നിങ്ങൾ MT5 അത് ഓപ്പൺ ചെയ്യേണ്ടത്. MT5 ഇങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കുറേ വീഡിയോസുകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. സോ ഇനി എങ്ങനെയാണ് ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ മുകളിലുള്ള ആ ലൈവ് സെക്ഷനെ ആ ഒരു അരമാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുക്കുക. ഡെപ്പോസിറ്റ് എമൗണ്ട് ഇവിടെ $30 മിനിമം വരുന്നത്. സോ നിങ്ങൾ മാക്സിമം $30 മുകളിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം, എന്നാലേ അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് ഉണ്ടോ കൂപ്പൺ എന്നുള്ള സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, അപ്ലൈ കൂപ്പൺ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൂപ്പൺ കോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ കൂപ്പണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു കൂപ്പൺ കോഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ, അതായത് എക്സ്ട്രാ എമൗണ്ട് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ താഴെയുള്ള കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട കുറേ സെക്ഷനുകൾ കാണാൻ പറ്റും. USDT, BP20, TRC20, അതുപോലെ തന്നെ ബൈനാൻസ് പേ, അങ്ങനെ കുറേ സെക്ഷനുകൾ കാണാം. എല്ലാം കൂടി ഞാൻ പറഞ്ഞു പോകുന്നില്ല. UPI അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഏറ്റവും ബെറ്റർ USDT ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ചെയ്യുന്നതാണ്. സോ ഞാൻ USDT BP20 ആണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ഇവിടെ കണ്ട ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്കാനറും കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ ഒരു അഡ്രസ്സിലോട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്കാനർ സ്കാൻ ചെയ്തിട്ടും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും.
ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നേരെ നിങ്ങൾ ഇവിടെ വന്നിട്ട് പേ നൗ എന്നുള്ള ഈ ഒരു സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ സബ്മിറ്റഡ് ടു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നോർമലി ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഇവിടെ ഞാൻ ഡെപ്പോസിറ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ എന്തായിട്ടില്ല ആ ഒരു എമൗണ്ട് അവിടെ ആഡ് ആയിട്ടില്ല എന്നർത്ഥം. സോ ഇങ്ങനെയാണ് ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് താഴെ എനിക്ക് കമൻറ്റ് ചെയ്താലും അതിൻ്റെ റീപ്ലൈ കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ്. സോ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എൻ്റെ ലിങ്ക് വഴിയാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രീമിയം സിഗ്നൽസ് ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കത് ലൈഫ് ടൈം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്ത നല്ലൊരു രസമായിട്ട് കാണാം.